മരിക്കുന്നതിന് അന്ന് രാവിലെ 1,00,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുന്നു. ഞാൻ അറിഞ്ഞില്ല. പക്ഷെ കാശ് എന്തിനാന്ന് ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16 അടിയന്തരം വരെ എൻ്റെ സെക്യൂരിറ്റി ടീം ഇവിടെ തന്നെ ഉണ്ടാവും. ടീമോ? എന്തിന്? ഗിരീഷ് പുറത്തു പോകാതിരിക്കാൻ അളിയന്റെ വക ലോക്ക്. അതൊക്കെ ഇത്തിരി ഓവറല്ലേ? നിന്റെ അച്ഛൻ മരിച്ച പിന്നെ ഭയങ്കര ഓവറാ. ഡെയിലി കത്ത്, ഇപ്പതായി കാശ്. എനിക്കിത് ചെയ്തേ പറ്റൂ. ആത്മാവിന്റെ ആഗ്രഹമാണ്. അല്ലപ്പം കാശ് നമുക്കിപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ ടീം ഇന്ന് തന്നെ ഇറങ്ങും. എന്താ ചോദി രാവിലെ? ഒരു കത്തുണ്ടെന്നേ. അനുമോൾക്കായിരിക്കും. അല്ല സാറിനോ? എനിക്കോ? അടക്കം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ സുധനളിയന് കൊടുക്കാൻ. എനിക്ക് തന്നെ. മരിക്കുന്നതിന്റെ അന്ന് കുറിപ്പട്ട വീട്ടിലേപ്പിച്ചോണ്ട് പോയ കത്തുകളാന്നേ. ഞാൻ ഉണ്ടായില്ല. അളിയന്റെ മനസ്സിലിപ്പോൾ 3 ലക്ഷം ലാഭത്തിന്റെ സന്തോഷമാണ് അല്ലേ? പക്ഷെ കടം അത് വീട്ടിയാലേ തീരും. എൻ്റെ കാശിന് പകരമായിട്ട് അളിയന്റെ സെക്യൂരിറ്റിക്കാരെ 16 ദിവസത്തേക്ക് വീട്ടിൽ പോസ്റ്റ് ചെയ്യും. ഗിരീഷ് കള്ളു കുടിക്കാൻ പുറത്തു ചാടാൻ സാധ്യതയുണ്ട്. 16 ദിവസത്തേക്ക് അളിയന് ചിലവാകുന്ന കാശ് കഴിഞ്ഞ് ബാക്കി അനുവിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ആത്മാവിന്റെ ശാപം ഉറപ്പാ. എൻ്റെ ടീമിനെ ഞാൻ ഇറക്കും. പക്ഷേ കാശി അമ്മുക്കോളിയാ. അങ്ങനെ ആത്മാവിന് വലിയ സന്തോഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ അച്ഛൻ്റെ ഓരോരോ കാര്യങ്ങളെ മരിക്കുന്നതിന് അന്ന് രാവിലെ 1,00,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുന്നു. ഞാൻ അറിഞ്ഞില്ല. പക്ഷെ കാശ് എന്തിനാന്ന് ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16 അടിയന്തരം വരെ എൻ്റെ സെക്യൂരിറ്റി ടീം ഇവിടെ തന്നെ ഉണ്ടാവും. ടീമോ? എന്തിന്? ഗിരീഷ് പുറത്തു പോകാതിരിക്കാൻ അളിയന്റെ വക ലോക്ക്. അതൊക്കെ ഇത്തിരി ഓവറല്ലേ? നിന്റെ അച്ഛൻ മരിച്ച പിന്നെ ഭയങ്കര ഓവറാ. ഡെയിലി കത്ത്, ഇപ്പതായി കാശ്. എനിക്കിത് ചെയ്തേ പറ്റൂ. ആത്മാവിന്റെ ആഗ്രഹമാണ്. അല്ലപ്പം കാശ് നമുക്കിപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ ടീം ഇന്ന് തന്നെ ഇറങ്ങും. സെക്യൂരിറ്റിയോ? ഗിരീഷേട്ടൻ ചോദിച്ചാൽ എന്തു പറയുന്നു ആലോചിച്ചിട്ടാ. നീ അതൊന്നും ആലോചിക്കണ്ട. എല്ലാം അവൻ കാരണമല്ലേ. അവന്റെ സ്വഭാവം അച്ഛനെ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എണീറ്റില്ലേ? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. വെളുപ്പിനെ ഉറങ്ങിയത്. ഉറങ്ങട്ടെ. നിങ്ങൾ ശരിക്കും പോലീസാണോ കള്ളനാണോ? നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് കള്ളനായിട്ടാ തോന്നുന്നേ. കുറുപ്പേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ കാശേ ആരും അറിഞ്ഞില്ലാന്ന് കരുതി തിരിച്ചു കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. കൊടുക്കണം. നീ ആരാ? ഹരിചന്ദ്രന്റെ പെങ്ങളോ? അതിന് അജയന്റെ പെങ്ങളായാലും മതി. ആ നാറിയുടെ പേര് മാത്രം എന്നോട് പറയരുത്. കുടുംബസ്നേഹമില്ലാത്ത നിന്നെ പോലെ എടുത്തിയ കെട്ടിയതാ ഞാൻ ചെയ്ത തെറ്റ്. മേടിച്ചാ തിരിച്ചു കൊടുക്കാത്ത ആളെ കെട്ടിയതാ എന്റെ തെറ്റ്. ആവേശം മൂത്ത് വിളങ്ങാനും ചെന്ന് ഇനി അനുവിനോട് പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. മിഷൻ 16. ഇനിയുള്ള 16 ദിവസങ്ങൾ ഈ വീടും പരിസരവും നിങ്ങളുടെ സെക്യൂരിറ്റിയിലായിരിക്കും. എന്താണ് പ്രശ്നം സാർ? ആക്രമണ സാധ്യത വല്ലതും? ആക്രമണ സാധ്യത ഉണ്ട്. പുറത്തു നിന്നല്ല, അകത്തൊരുത്തനുണ്ട്. അവൻ ഏത് സമയത്തും ആക്രമിച്ചേക്കാം. 1 ആൽക്കഹോളിക് പേഷ്യന്റ്. ആരാണ് അയാൾ? ചെക്കൻ എന്റെ ഒരു മരുമോനാണ്. ഉള്ള കാര്യം പറയാം. നല്ല പൂര അടിയായിരുന്നു. ഇനി അടിച്ച കാഞ്ഞു തീയിൽ വെക്കാൻ പരുവത്തിലായിരിക്കുക. അവനെങ്ങാനും പുറത്തു ചാടാൻ ശ്രമിച്ചാൽ അവനെ തൂക്കിയെടുത്ത് അകത്തിടണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കേ സാർ. ഇതെന്താണ് പട്ടാളക്കാരൊക്കെ? മിലിറ്ററി സാധനം എന്തെങ്കിലും കിട്ടോ? അത് സെക്യൂരിറ്റി ആടോ. സെക്യൂരിറ്റിയാ? ഇതെന്റെ സഹോദരിയുടെ വീടായതുകൊണ്ട് സദാചാരത്തെ കുറിച്ച് 2 വാക്ക്. അടുത്ത് മാന്യമായി താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടെയുള്ള സ്ത്രീകളുടെ വിശേഷം അന്വേഷിച്ചു പോകരുത്. പിന്നെ ഇവിടെ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ ചോദിക്കാനും പാടില്ല. ഇല്ല സാർ, അതൊക്കെ നിർത്തി. വിശ്വസിച്ചു? Then start your duty with dedication and discipline. ഓക്കേ സാർ.